വെൽക്കം ടു മായാലോകം. ഇന്ന് നമുക്ക് ചെമ്മീൻ മുളകിട്ടതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? തുടങ്ങാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇൻഗ്രീഡിയൻസ് ഒന്ന് നോട്ട് ചെയ്തേക്കണേ. കറി ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഈ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് ഉലുവയാണ്. ഇത് കുറച്ച് എണ്ണയിലേക്ക് ഇടണം. വറുത്ത ഉലുവയൊന്നുമല്ല, പച്ച ഉലുവ തന്നെയാണ്. എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരും. എണ്ണ ചൂടായി ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില അതിൽ നിന്ന് ചേർക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ എടുത്തു വച്ചിരുന്ന കുടംപുളി ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. അത് നമ്മൾ കറിയിലേക്ക് ചേർക്കാനുള്ളതാണ്. ഉള്ളി ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പും നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ സമയം ഫ്ലെയിമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കണം. ഇത് സിമ്മിലിട്ടാൽ മതിയാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. മുളക് പൊടിയുടെ കളറ് ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഈ മുളകിട്ട കറിയിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ കറിയിൽ പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർത്തിട്ടുമില്ല. ഈ രീതിയിലൊന്ന് വച്ച് നോക്കണം എല്ലാവരും. ഇതിലേക്ക് കുടംപുളി എടുത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. 10-20 മിനിറ്റ് വേണ്ടി വരില്ല. ഇത് ഒരു 5-10 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി എപ്പോഴും ഹെൽത്തിന് നല്ലതാണ്. കുറച്ച് കസൂരി മേത്തി കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഉണങ്ങിയ കസൂരി മേത്തി ഞാൻ ഇടുന്നത്. അത് കറിക്കൊരു നല്ലൊരു ഫ്ലേവർ കിട്ടും. കറി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.